കണ്ടറ്റവും മുറിക്കും വാളുവചനം കേൾക്കുന്നവനെ മുറിക്കും, സുവിശേഷകനെയും മുറിക്കും. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ലോകത്തിലെ അനേക മനുഷ്യരുടെ ഭാരം സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. നാണയവും സ്വർണവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. സാമ്പത്തിക തകർച്ചയും ദാരിദ്ര്യവും അനേകം ദശലക്ഷം ആളുകളെ തകർത്ത് കളയുന്നു. ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി മാത്രം ഒരു വചനം പറയുന്നു. ഇസ്രായേലേ, നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമായ കർത്താവ് ഞാനാണെന്ന് തിരിച്ചറിയുവാൻ അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്കു നൽകും. യെശയ്യാ 45:3 ഈ വചനം അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും കർത്താവ് മനസ്സ് വെച്ചാൽ ഒറ്റ നിമിഷം അളന്ന് നിന്റെ മടിയിലേക്ക് ഇട്ടുതരാൻ കഴിയുന്ന കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ നിന്ന് അവൻ്റെ വചനം അവകാശം പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അന്ധകാരത്തിൽ അറിയപ്പെടാതെ നിൽക്കുന്ന നിധികളും രഹസ്യ ധനശേഖരങ്ങളും ശുശ്രൂഷയ്ക്കും ഭവനത്തിനും കുടുംബത്തിനും സമൂഹത്തിനും സഭാവേലകൾക്കുമായി കർത്താവേ അവിടുന്ന് തുറന്നു തന്ന് ഈ വ്യക്തിയെ, ഈ സമൂഹത്തെ, ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം നിനക്കൊരു മുത്തഭിഷേകമായി അനുഭവിക്കാൻ ഇടവരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.